മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കാനും സ്വന്തം ചാനലിൽ ഇരുന്ന് ധാർമ്മികതയുടെ ഏഴാം കൂരയിൽ നിന്ന് പ്രഭാഷണം നടത്താനും മാത്രം മൈക്കുമായി നടക്കുന്നവന്മാർ സ്വന്തം കാര്യം വരുമ്പോൾ എങ്ങനെയൊക്കെ ഊരിപ്പോരാൻ നോക്കുമെന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. സംഗതി വേറൊന്നുമല്ല, ആദ്യം ലയണൽ മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് ആകാശത്തോളം തള്ളുക, പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ പത്രക്കാരുടെ മുന്നിൽ പോയി നിന്ന് കിടന്ന് കരയുക, ഒടുവിൽ GSTയുടെയും EDയുടെയും വടികൾ വീശുമ്പോഴേക്കും മലർന്ന് കിടന്ന് തുപ്പുക. ഇതാണ് നമ്മുടെ നാട്ടിലെ ചില മാധ്യമ മുതലാളിമാരുടെ സ്ഥിരം പരിപാടി. സംഗതി തമാശയല്ല. ഫുട്ബോൾ ദൈവമായ ലയണൽ മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അഗസ്റ്റിൻ ബ്രദേഴ്സും നമ്മുടെ സ്വന്തം റിപ്പോർട്ടർ ചാനലും ചേർന്ന് നടത്തിയ 126 കോടിയുടെ ചരിത്രപരമായ വെട്ടിപ്പാണ് ഇപ്പോൾ കേരളത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയം. ഫുട്ബോളിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് മലയാളികളുടെ ആവേശത്തെ കാൽക്കിലാക്കി ചവിട്ടി മെതിച്ച് സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാൻ നടത്തിയ ഈ കൊള്ളയടി ഒടുവിൽ സ്വന്തം തലയിൽ തന്നെ കനത്ത തിരിച്ചടിയായി വന്ന് വീണിരിക്കുകയാണ്. കേരള പത്രപ്രവർത്തന ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു ദൃശ്യമാധ്യമത്തിന്റെ സാമ്പത്തിക അട്ടിമറി മുഖ്യധാരാ പത്രമായ മലയാള മനോരമ സ്വന്തം ഒന്നാം പേജിൽ ലീഡ് വാർത്തയാക്കി മാറ്റിയതോടെ ഈ മാധ്യമ സാമ്രാജ്യത്തിന്റെ അടിവേര് പൂർണ്ണമായും ഇളകിയിരിക്കുകയാണ്. പണം പോയതിന്റെ രേഖ എവിടെയെന്ന് ചോദിച്ചാൽ ഇനി സ്വന്തം കൈരേഖ കാണിക്കേണ്ട ഗതികേടിലാണ് ഈ മുതലാളിമാർ. പൊതുമധ്യത്തിൽ നഗ്നരാക്കപ്പെട്ട ആ ഒരു അവസ്ഥയില്ലേ, അതാണ് ഇപ്പോൾ ശരിക്കും ഇവരുടെയൊക്കെ അവസ്ഥ. പറഞ്ഞുറപ്പിച്ച ആവേശം കൊണ്ടു നടന്നതല്ലാതെ ഇതിന്റെ പിന്നിൽ എവിടെയെങ്കിലും ഒരു ഔദ്യോഗിക കടലാസോ കരാറോ ഒപ്പുവെച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയെല്ലാം മൗനമാണ് ഉത്തരം. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് $1.5 കോടി, അതായത് അന്നത്തെ മൂല്യം വെച്ച് നോക്കിയാൽ 126 കോടി രൂപ നൽകിയെന്നാണ് ഇവർ വീമ്പിളക്കിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇത്രയും വലിയൊരു തുക വിദേശത്തേക്ക് അയച്ചതിനോ അങ്ങോട്ട് കൈപ്പറ്റിയതിനോ സർക്കാരിന്റെ കയ്യിൽ യാതൊരുവിധ രേഖയുമില്ലെന്നതാണ് ഏറ്റവും വലിയ കോമഡി. അമേരിക്കൻ ഏജൻസി വഴി പണം മാറ്റിയെന്ന് പറയുന്നുണ്ടെങ്കിലും ആ ഏജൻസി തന്നെ അമേരിക്കയിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് അന്വേഷണം നേരിടുന്നവരാണെന്ന സത്യം പുറത്തു വരുമ്പോഴാണ് ഇവരുടെ ഈ കൊള്ളയുടെ ആഴം നമുക്ക് മനസ്സിലാകുന്നത്. മെസ്സി കേരളത്തിന്റെ മണ്ണിൽ കാലുകുത്തിയില്ലെന്ന് മാത്രമല്ല, പണം വാങ്ങിയിട്ടും മെസ്സി വരാതിരുന്നപ്പോൾ അതിനെതിരെ ഒരു പരാതിയോ നിയമ നടപടിയോ സ്വീകരിക്കാൻ ഈ സ്പോൺസർമാർ തയ്യാറായതുമില്ല. കാരണം പണം പോയ വഴി ആർക്കൊക്കെയാണ് അറിയാവുന്നത് എന്ന് ചോദിച്ചാൽ ആരും വായ തുറക്കില്ല എന്ന് അവർക്കറിയാം. ഇതിലും വലിയൊരു തമാശ ഇവരുടെ പക്കൽ വേറെയുമുണ്ട്. അർജന്റീനയെ കൊണ്ടുവരാൻ തയ്യാറാണെന്ന് കാണിച്ച് സർക്കാരിന് ആദ്യമായി കത്തയച്ചത് കളമശ്ശേരി ആസ്ഥാനമായ ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്നൊരു സ്ഥാപനമാണ്. ആ കത്തയക്കുന്നതിന് വെറും 20 ദിവസം മുൻപ് മാത്രം രജിസ്റ്റർ ചെയ്ത ആ കമ്പനിയുടെ മൂലധനം എത്രയാണെന്നറിയാമോ? വെറും 1 ലക്ഷം രൂപ. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ അതേ മേൽവിലാസത്തിലാണ് ഈ കമ്പനിയും പ്രവർത്തിക്കുന്നത്. അതായത് കളിപ്പിച്ചത് മുഴുവൻ സ്വന്തം ആൾക്കാരെ വെച്ച് തട്ടിക്കൂട്ടിയ നാടകമാണെന്ന് സാരം. മെസ്സിയെ കൊണ്ടുവരുമെന്ന വ്യാജേന റിപ്പോർട്ടർ ചാനൽ നടത്തിയ 126 കോടി രൂപയുടെ തട്ടിപ്പ് ബൊഫേഴ്സ് തട്ടിപ്പിനെയും വെല്ലുന്നതാണ്. അതിന്റെ ഉടമ ആൻഡോ മുൻപ് ബാങ്കുകളെ പറ്റിച്ച അനുഭവ സമ്പത്ത് വിപുലമായി ഈ കവർച്ചയിൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്ത് സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ ചാനൽ കേരളത്തിലെ മാധ്യമരംഗത്തിന് വൻ ഭീഷണിയാണെന്ന് മാത്രമല്ല, അത് പരത്താൻ ശ്രമിക്കുന്ന വൃക്ഷഛായ അഴിമതിയിൽ മുങ്ങിയതുമാണ്. അർജന്റീന ടീമിനെ കൊണ്ടുവരാൻ തയ്യാറാണെന്നും അതിന്റെ പണം വഹിക്കാമെന്നും കാട്ടി 2023 ജൂലൈയിൽ സർക്കാരിന് കത്തയച്ച ഗോട്ട് ആൻഡ് ഗ്ലോബൽ എന്ന കടലാസ് കമ്പനിക്ക് റിപ്പോർട്ടർ TVയുടെ അതേ വിലാസമാണ് എന്ന വിവരം നടുക്കുന്നതാണ്. ഈ കത്തയക്കുന്നതിന് 20 ദിവസം മുൻപ് മാത്രം രജിസ്റ്റർ ചെയ്ത കമ്പനിക്ക് 1 ലക്ഷം രൂപ മാത്രമാണ് മൂലധനം. എന്നിട്ടാണ് അന്നത്തെ മന്ത്രി V അബ്ദുൾ റഹ്മാൻ തട്ടിപ്പിന് കൂട്ടുനിന്നത്. മന്ത്രി സ്പെയിനിൽ പോയത് ആരും ക്ഷണിച്ചിട്ടല്ല എന്ന വിവരവും അമ്പരപ്പിക്കുന്നതാണ്. മരംമുറി ആൻഡോ സ്വന്തം വിലാസത്തിൽ കടലാസ് കമ്പനി ഉണ്ടാക്കി സ്പോൺസറായി സ്വയം വന്നു. അമേരിക്കയിലെ ടൂർ പ്രോ എന്റർപ്രൈസസ് എന്ന ഇടനിലക്കാരൻ വഴി അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി നൽകിയെന്നാണ് ആൻഡോയുടെ അവകാശവാദം. അസോസിയേഷനുമായുള്ള കരാർ രേഖകളില്ല. അമേരിക്കൻ കമ്പനിയാകട്ടെ സാമ്പത്തിക തട്ടിപ്പ് കേസുകളിലും പെട്ടതാണ്. പണം കൈമാറിയതിനും രേഖകളില്ല. വിദേശത്തേക്ക് കോടികൾ അടിച്ചുമാറ്റിയിട്ട് ആ വകയിൽ അടയ്ക്കേണ്ട 12 കോടി രൂപയുടെ GST സേവന നികുതി അടയ്ക്കാൻ ആവശ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ഈ മാധ്യമ കൊള്ളക്കാർക്ക് സമനില തെറ്റിയത്.
പലതവണ സമൻസും നോട്ടീസും അയച്ചിട്ടും ഒളിച്ചു നടന്ന ഇവർ ഒടുവിൽ കുരുക്കൊന്ന് മുറുകിയപ്പോൾ കാഞ്ഞങ്ങാട് GST ഓഫീസിൽ ഓടിയെത്തുകയായിരുന്നു. പണം നൽകിയിട്ടും മെസ്സി വരാത്തത് കൊണ്ട് സേവനം ലഭിച്ചിട്ടില്ലെന്നും അതിനാൽ തങ്ങൾ GST അടക്കില്ലെന്നുമുള്ള അത്യന്തം വിചിത്രമായ വാദമാണ് ആന്റോ അഗസ്റ്റിൻ അവിടെ ഉയർത്തിയത്. തങ്ങൾ വെറും സ്പോൺസർമാർ മാത്രമാണെന്നും ബാക്കിയൊക്കെ സർക്കാരാണ് ചെയ്തതെന്നുമാണ് ഇവർ തടി തപ്പാൻ നോക്കുന്നത്. എന്നാൽ ആ ന്യായീകരണമൊന്നും അവിടെ വില പോയില്ലെന്ന് മാത്രമല്ല, ഫെമ നിയമലംഘനവും കള്ളപ്പണം വെളുപ്പിക്കലും വ്യക്തമായ സ്ഥിതിക്ക് വിഷയം EDയുടെ അന്വേഷണത്തിലേക്ക് വരെ നീളുകയാണ്. മുൻ കായിക മന്ത്രിയും ഉദ്യോഗസ്ഥരും ചേർന്ന് സ്പെയിനിൽ പോയി നടത്തിയ വിദേശയാത്രയും ഇപ്പോൾ കടുത്ത സംശയത്തിന്റെ നിഴലിലാണ്. AFA ഇവരെ ഔദ്യോഗികമായി വിളിച്ചതിൻ്റെയോ ആരുമായാണ് ചർച്ച നടത്തിയതിൻ്റെയോ യാതൊരുവിധ തെളിവുകളും സർക്കാരിൻ്റെ കൈവശമില്ല. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ഒതുക്കി തീർക്കാൻ പല വഴികളും നോക്കിയെങ്കിലും ധനവകുപ്പും GST വകുപ്പും അതിശക്തമായ നടപടികളുമായി മുന്നോട്ട് തന്നെ പോവുകയാണ്. മുട്ടിൽ മരമുറി കേസ് മുതൽ പല തട്ടിപ്പുകളിലും പേരെടുത്ത ഈ മുതലാളിമാർക്ക് ഫുട്ബോൾ ആരാധകരുടെ കണ്ണിൽ പൊടിയിടാൻ നോക്കിയാൽ കിട്ടുന്ന ഏറ്റവും മികച്ച മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും കായിക പ്രേമികളുടെ വികാരത്തെ വഞ്ചിച്ചതിന് ഈ ചാനൽ മാനേജ്മെന്റിന് ഇനി നിയമത്തിന് മുന്നിൽ തലകുനിക്കേണ്ടി വരുമെന്നത് പകൽ പോലെ വ്യക്തമാണ്. ഇത്രയൊക്കെ വെട്ടിപ്പുകൾ പുറത്തു വന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ മുഖം മൂടിയും അണിഞ്ഞ് ചാനൽ നടത്തുന്ന ഈ വിചിത്രമായ കോപ്രായങ്ങൾ കാണുമ്പോൾ പുച്ഛം തോന്നുകയാണ്. മാധ്യമ പ്രവർത്തനത്തിന്റെ മഹിമയെയും അന്തസ്സിനെയും തെരുവിൽ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം അക്കൗണ്ടുകൾ നിറയ്ക്കാൻ നോക്കുന്ന ഇത്തരം മാഫിയ സംഘങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാൻ ഇവിടെ ആരുമില്ലേ? കേവലം ഒരു ചാനലിന്റെ റേറ്റിംഗിന് വേണ്ടി അല്ലെങ്കിൽ സ്വന്തം ബിസിനസ് താല്പര്യങ്ങൾക്ക് വേണ്ടി നാടിന്റെ സൽപ്പേരുകെടുത്തിയ ഇവർക്ക് നിയമപരമായി കിട്ടേണ്ട ചുട്ട മറുപടി വൈകാതെ തന്നെ ലഭിക്കും. കേന്ദ്ര ഏജൻസികളുടെ ചൂടറിയുമ്പോൾ ഇത്രയും കാലം കാണിച്ച കോപ്രായങ്ങളൊക്കെ എങ്ങോട്ട് പോകുമെന്ന് നമുക്ക് കണ്ടറിയാം. എന്തായാലും കള്ളക്കളി പുറത്തായതോടെ ഇനി ആരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നടക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഈ മുതലാളിമാർ. ഈ തട്ടിപ്പിന്റെ വ്യാപ്തി പരിശോധിക്കുമ്പോൾ കേവലം ഒരു കായിക മാമാങ്കത്തിന്റെ മറവിൽ എത്രമാത്രം വലിയ സാമ്പത്തിക കുറ്റകൃത്യങ്ങളാണ് അരങ്ങേറിയതെന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്നുണ്ട്. സ്പോൺസർഷിപ്പിന്റെ മറവിൽ വിദേശത്തേക്ക് കോടികൾ കടത്തിയ ശേഷമുള്ള ഇവരുടെ ഓരോ നീക്കങ്ങളും അതീവ ദുരൂഹത നിറഞ്ഞതാണ്. യാതൊരുവിധ മുൻപരിചയമോ അടിത്തറയോ ഇല്ലാത്ത കമ്പനികളെ പെട്ടെന്ന് രംഗത്തിറക്കി വ്യാജ കരാറുകൾ ഉണ്ടാക്കിയതും ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് ഫയലുകൾ ഒതുക്കാൻ ശ്രമിച്ചതുമെല്ലാം ഇവരുടെ മാധ്യമ സ്വാധീനത്തിന്റെ ദുരുപയോഗമല്ലാതെ മറ്റെന്താണ്? എന്നാൽ നിയമത്തിന്റെ കർശനമായ ഇടപെടലുകൾ ഉണ്ടായപ്പോൾ ഇവരുടെ സകല അടവുകളും പാടെ പൊളിഞ്ഞു വീണു. കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിൽ കറുത്ത ഒരു ഏടായി അടയാളപ്പെടുത്തുന്ന ഈ സംഭവത്തിലൂടെ അഴിമതിയുടെയും കള്ളക്കളികളുടെയും ആസൂത്രകർക്ക് നിയമത്തിന്റെ കൈകളിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് നൽകപ്പെടുന്നത്. സാമ്പത്തിക ക്രമക്കേടുകളും ഫെമ നിയമലംഘനങ്ങളും തെളിഞ്ഞ സ്ഥിതിക്ക് കേന്ദ്ര ഏജൻസികൾ കൂടി അന്വേഷണം ഏറ്റെടുക്കുന്നതോടെ ഈ മാഫിയ കൂട്ടത്തിന്റെ സകല രഹസ്യങ്ങളും പുറത്തു വരുമെന്നുറപ്പാണ്. നാടിന്റെ വികാരങ്ങളെ ചൂഷണം ചെയ്ത് കോടികൾ കൊള്ളയടിച്ചവർക്ക് സമൂഹം നൽകുന്ന ഏറ്റവും മികച്ച ശിക്ഷ കൂടിയാണിത്. ഇനി ഈ വെട്ടിപ്പുകളുടെയെല്ലാം ആൾരൂപമായ ആന്റോ അഗസ്റ്റിനും കൂട്ടാളികളും നടത്തുന്ന ഓരോ ന്യായീകരണങ്ങളും കേട്ടാൽ ആരും ഞെട്ടിപ്പോകും. തങ്ങൾ വെറും സ്പോൺസർമാർ മാത്രമാണെന്നും സർക്കാരാണ് ഇതിന്റെ പിന്നിൽ നിന്ന് കാര്യങ്ങൾ നടത്തിയതെന്നുമാണ് ഇവർ ഇപ്പോൾ തടി തപ്പാൻ നോക്കുന്നത്. ചാനലിന്റെ മൈക്കും പിടിച്ച് മറ്റുള്ളവരുടെ മേൽ കുതിര കയറാൻ നടക്കുമ്പോൾ സ്വന്തം കയ്യിലെ അഴിമതിയുടെ കരിനിഴൽ മറച്ചു പിടിക്കാൻ ഇവർ നടത്തിയ ശ്രമങ്ങളെല്ലാം പാളിപ്പോയി. GST ഓഫീസുകളിൽ കയറിയിറങ്ങി ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താമെന്നും രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഫയലുകൾ അടിച്ചമർത്താമെന്നും കരുതിയ ഈ മാധ്യമ പ്രഭുക്കന്മാരുടെ കണക്ക് കൂട്ടലുകൾ മുഴുവൻ പൊളിഞ്ഞ കാഴ്ചയാണ് കേരളം കണ്ടത്. ലക്ഷക്കണക്കിന് രൂപയുടെ പരസ്യങ്ങളും മറ്റ് ആനുകൂല്യങ്ങളും പറ്റി ജീവിക്കുന്ന ഈ സ്ഥാപനങ്ങൾ പൊതുജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് നടത്തിയ ഈ കൊള്ളയടിക്ക് ഇനിയും വലിയ വില നൽകേണ്ടി വരും. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയും അന്വേഷണ ഏജൻസികളും ഈ വിഷയത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ മുന്നോട്ടു പോകുമ്പോൾ ഈ തട്ടിപ്പുകാരുടെ സകല സാമ്രാജ്യവും കടപുഴകി വീഴുന്ന കാഴ്ചയാണ് ഇനി നമുക്ക് കാണേണ്ടത്. സത്യം മൂടിവെക്കാൻ എത്ര വലിയ പണച്ചാക്കുകൾ തന്നെ ഇറക്കിയാലും ഒരു ദിവസം അത് പുറത്തു വരും. അപ്പോൾ ഈ അഴിമതി ഭൂതങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? താഴെ കമന്റ് ചെയ്യുക. മറ്റൊരു പ്രധാന വിഷയമായി വീണ്ടും വരാം. നന്ദി.